നമുക്കിന്ന് അരി വാർത്ത കഞ്ഞി വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു അൽവ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അരി വാർത്ത കഞ്ഞി 4 ഗ്ലാസ്സുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സ്പൂണോ കുറച്ച് വലിയ സ്പൂണുണ്ട്, ഒരു സ്പൂണ് കോൺഫ്ലവർ എടുക്കാം. അത് ഒരു സ്പൂണ് കുറച്ചുകൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കട്ടയിലാണ്ട് നന്നായി ഇളക്കിയിട്ട് അത് അടുപ്പിൽ വെച്ചിരിക്കുന്ന കഞ്ഞിയിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ശർക്കര ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്കത് ശർക്കര പാനിയാക്കി മാറ്റാം. ശർക്കര നന്നായിട്ട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ പാകമൊന്നും ആവണ്ട. ശർക്കര അങ്ങനെ നന്നായിട്ട് അലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കല്ലും മണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് എടുത്തൊരു പാത്രത്തിലെടുത്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സ്, അത് ഞാനിപ്പം ബദാമാണ് ഇടുന്നത്. നട്ട്സ് ഏതാണെങ്കിലും അതൊന്ന് മിക്സിയിലിട്ടിട്ട് പ്രസ് ചെയ്ത് വയ്ക്കാം. ഒരു ലേശം കളറ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് കളറ്. നിർബന്ധമൊന്നുമില്ല, കാരണം ശർക്കരയിലെ കളർ ഉണ്ടാവില്ലേ, അതിൽ ഈ ഫുഡ് കളറിൻ്റെ കളറൊന്നും വരില്ല. ഉണ്ടെങ്കിൽ ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. ചേർത്തില്ലെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ശർക്കര പാനി അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ കഞ്ഞി കോൺഫ്ലവർ കലക്കിയത് അതിൻ്റെ കൂടെ ഇപ്പോൾ ശർക്കര പാനി, ഇത് 3 കൂടി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നന്നായി വറ്റും. നന്നായി വറ്റണ വരയ്ക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇടയ്ക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഒരുപാട് നെയ്യ് വേണമെന്ന് നിർബന്ധമില്ലാത്തൊരു സ്വീറ്റാണിത്. നന്നായി കട്ടിയാവാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബദാം പൊടിച്ച് ഇങ്ങനെ നന്നായി കട്ടിയാവാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ പൊടിച്ച നട്ട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഏലക്കയുടെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായി കട്ടയാവണവർക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. നന്നായി കട്ടയാവും. അപ്പോൾ പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ 1 സ്പൂണോ 2 സ്പൂണോ നെയ്യ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നന്നായി കട്ടിയാവാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ ഒരു ലൈറ്റ് നെയ്യ് നന്നായി തടവി കൊടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് ലഞ്ച് ബോക്സ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ അലുവ നന്നായിട്ട് അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ഒരു നെയ്യില്ലേ, നെയ്യിലൊരു സ്പൂൺ മുക്കിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഒരേപോലെ ആക്കി കൊടുക്കാം. നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. ഈ ചാനലിൽ ഞങ്ങളുടെ ഓരോ ഹോബികളും ഒക്കെ ഇതിൽ ധാരാളമായിട്ടുണ്ട്. ഇതല്ലാതെ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ ഹോബികളെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയമുള്ളവരൊന്ന് പോയി കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മളിതൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി കൊട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കി നോക്കൂ, നല്ല തിളക്കമുണ്ട്, നന്നായിട്ടുമുണ്ട് കാണാൻ. കൈ ഇങ്ങനെ എടുത്താൽ അങ്ങനെ പൊട്ടൊന്നുമില്ല കേട്ടോ. കാണിക്കേണ്ടത് നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
നല്ല സ്മൂത്തായിട്ടുണ്ടാവും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് ദേഹത്തിന് കേടുമില്ല. ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്.